ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ബാങ്കിങ്. അപ്പോൾ IDBIയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അസിസ്റ്റന്റ് മാനേജർ, ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ റിക്രൂട്ട്മെന്റ് ആണ് അവർ നടത്തുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോട്ടിഫിക്കേഷനുണ്ട്. നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണത്, മുഴുവനായിട്ട് കാണാം. സോ ആദ്യം നമുക്ക് വേക്കൻസീസിന്റെ കാര്യം നോക്കാം. വേക്കൻസീസ് നോക്കുമ്പോൾ കൊച്ചി, കേരളം, മലയാളം ലാംഗ്വേജിൽ നമുക്ക് ടോട്ടൽ 55 വേക്കൻസീസ് ആണ് കാണാനായിട്ട് സാധിക്കുക. 55ഓളം വേക്കൻസീസ് നമുക്ക് എന്തുണ്ട്, കൊച്ചിയിലുണ്ട്. ആൻഡ് മലയാളം ലാംഗ്വേജിന്റെ ബേസിസിലാണ് നമ്മൾ കൊച്ചി പറഞ്ഞത്. നിങ്ങൾക്ക് നോക്കിയാൽ ബാക്കിയുള്ള വേക്കൻസീസും കാര്യങ്ങളും നോക്കാൻ പറ്റും. ടോട്ടൽ 1100 വേക്കൻസീസ് ആണ് ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളത്. ദെൻ എടുത്ത് തന്നെ പറയാം, നമുക്ക് ഈ കാറ്റഗറി വൈസ് എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കാം. കൊച്ചി നോക്കുകയാണെങ്കിൽ ജനറൽ 23 വേക്കൻസി, SC 7 വേക്കൻസി, ST 6 വേക്കൻസി, OBC 14 വേക്കൻസി, EWS 5 വേക്കൻസി, ടോട്ടൽ 55 ആണ്. ആൻഡ് 1100 ഗ്രോസും. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള കാറ്റഗറി വൈസുള്ള വേക്കൻസി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് അവിടെ കാണാൻ പറ്റുന്നത്, നിങ്ങൾ ഏതൊരു സോണിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ സോണിലെ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അതാ നമുക്ക് ആദ്യത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ, ലാംഗ്വേജ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും ഒരു സോണിലേക്ക് വേണ്ടി മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു സോണിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടുത്തെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. only one of the above listed zone. ഓക്കെ, ഒന്നിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ ആദ്യമേ പറയുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ഇനിഷ്യൽ 10 വർഷത്തെ പോസ്റ്റിങ്ങും അവിടെ ആയിരിക്കുമെന്ന് അവർ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ മാത്രമല്ല, പിന്നീട് നിങ്ങൾ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ സോൺ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നും, വിൽ നോട്ട് ബി അലൗഡ് ടു അമെൻഡ് ഓർ ചേഞ്ച് ദെയർ സോൺ എന്നും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ആൻഡ് ഒരുപാട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തത് മാത്രമാണ് വാലിഡ് ആപ്ലിക്കേഷനായിട്ട് അവർ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് കാര്യം നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട്. ഈ ഒരു പൊസിഷനിലേക്ക്, ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് Oയിലെ പൊസിഷനിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം 60% ഫോർ ജനറൽ, EWS ആൻഡ് OBC കാൻഡിഡേറ്റ്സ്. EWS, OBC, ജനറൽ കാൻഡിഡേറ്റ്സിന് 60% മാർക്ക് വേണ്ടത് ഇതിൽ അപ്ലൈ ചെയ്യാൻ. SC, ST, PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 55% എന്നും പറയുന്നുണ്ട്. ഏതൊരു ഡിസിപ്ലിൻ ആണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഏജിന്റെ കാര്യവും പറയുന്നുണ്ട്. ആസ് പെർ March 1, 2026 മിനിമം വയസ്സ് 20, മാക്സിമം വയസ്സ് 25 എന്ന് പറയുന്നുണ്ട്. അതായത് ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ March 2, 2020 മുന്നേ ജനിച്ചവരോ March 1, 2006 ശേഷം ജനിച്ചവരോ ആയിരിക്കാൻ പാടില്ല എന്നവർ എടുത്തു തന്നെ പറയുന്നുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്, പിന്നെ ഒരു കാര്യം അവർ വളരെ ഇമ്പോർട്ടൻ്റ് പറയുന്നത്, കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ഉണ്ടാകണം. കാൻഡിഡേറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഹാവ് പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ, IT റിലേറ്റഡ് ആസ്പെക്ട്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളത് പഠിച്ചിട്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ ഡിപ്ലോമ ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഗ്രി ഉണ്ടാവണം എന്നല്ല വരുന്നത്. അത്യാവശ്യം കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒക്കെ അറിയുന്ന കൂട്ടത്തിലായിരിക്കണം. ആൻഡ് ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏകദേശം കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരാണ്. ഇല്ലാത്തവരാണെങ്കിൽ അത് വളരെ വലിയൊരു നെസസിറ്റിയാണ്, അത് നോക്കിക്കോണം. ഇനി അടുത്ത നമുക്ക് ഡേറ്റുകൾ നോക്കാം. ഫസ്റ്റ് അഡ്വർടൈസ്മെന്റ് ഡേറ്റ് March 6 അഡ്വർടൈസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ രജിസ്ട്രേഷനും മോഡിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷനും പേയ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീസും എല്ലാം തന്നെ March 8 മുതൽ March 19, 2026 വരെയാണ് ഉള്ളത്. ടെററ്റീവ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ടെസ്റ്റ് April 12 മോർണിംഗ് സെഷൻ ആയിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ഇതിൽ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അതിനുവേണ്ടി വെബ്സൈറ്റ് ഇടയ്ക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇൻ കേസ് ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ March 8 19 ഇടയിലാണ് നിങ്ങളുടെ ഒരു വിൻഡോ ഉള്ളത്. നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനും ഒക്കെ ഉള്ളൊരു വിൻഡോ, എഡിറ്റിനും എല്ലാത്തിനുള്ള ഓപ്ഷൻ ഈ ഒരു ടൈമിലേ ഉള്ളൂ. സോ അത് ചെയ്തേക്കുക. April 12 പരീക്ഷയുണ്ട്. ഇനി കരിയർ പ്രോസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, കോസ്റ്റ് ടു കം, അതായത് നമ്മൾ CTC ബേസിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു റേഞ്ച് ഓഫ് ശമ്പളം തന്നെ ഉണ്ട്. 6.14 lakh to 6.50 lakh ഒരു സിറ്റി ക്ലാസ്സിലാണ് വരുന്നതെങ്കിൽ. മാത്രമല്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് കംപ്ലീഷൻ ഓഫ് 3 years സർവീസസ് പ്രിസ്ക്രൈബ് ആപ്ലിക്കബിൾ ഡേറ്റ് ആർ ഡിസൈഡഡ് ബൈ ദി ബാങ്ക്. അതായത് പ്രൊമോഷൻ കൺസിഡർ, ഒരു കാൻഡിഡേറ്റിനെ പ്രൊമോഷന് കൺസിഡർ ചെയ്യും. ഒരു 3 വർഷമൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രൊമോഷനും മറ്റു കാര്യങ്ങളും ഉണ്ടാകും എന്നവർ പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല സാലറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കിതിൽ കൂടുതൽ എന്ത് വേണം, അല്ലെ? ഇനി അപ്പോയിൻമെൻറ്റും പോസ്റ്റിങ്ങിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. ആദ്യത്തെ ഒരു കുറച്ച് നാൾ പ്രൊബേഷൻ പീരീഡ്, 1 വർഷത്തോളം പ്രൊബേഷൻ പീരീഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ജോയിൻ ചെയ്തതിന് ശേഷം. ആൻഡ് സെലക്ഷൻ പ്രൊസീജിയർ ഓൺലൈൻ ടെസ്റ്റ് ആണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, പ്രീ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓൺലൈൻ ടെസ്റ്റ്
ടെസ്റ്റ് ഉണ്ട്, ഒറ്റ ടെസ്റ്റേ ഉള്ളൂ. ആദ്യം ഓൺലൈൻ ടെസ്റ്റ് എടുക്കുന്നു, ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം നേരെ പേഴ്സണൽ ഇൻ്റർവ്യൂ, ദെൻ മെഡിക്കൽ ഫിറ്റ്നസ്. അതും കൂടെ മെഡിക്കൽ ടെസ്റ്റ് കൂടെ കഴിയുമ്പോൾ നിങ്ങൾ സെറ്റായി. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം സ്ട്രക്ചർ, ആ ഒരു ഓൺലൈൻ ടെസ്റ്റിൻ്റെ സ്ട്രക്ചർ, സിലബസ് ഒന്ന് നോക്കാം. ലോജിക്കൽ റീസണിങ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 60 മാർക്ക്, 40 മിനിറ്റ് സമയം, സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 മാർക്കിനാണ്, 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 20 മിനിറ്റാണ് സമയം കിട്ടുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, 35 മിനിറ്റ്. ജനറൽ എക്കണോമിക്, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ ഓർ IT എന്ന് തന്നിട്ടുണ്ട്. അതിനും 60 ക്വസ്റ്റ്യൻ, 60 മാർക്ക്, 25 മിനിറ്റ്. ടോട്ടൽ 200 ചോദ്യങ്ങൾ, 200 മാർക്ക്, 120 ആണ് നമുക്ക് തന്ന ടൈം. ഓക്കെ, അപ്പോൾ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ആൻഡ് ടെസ്റ്റ്, ഈ പറയുന്ന ടെസ്റ്റ് എല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒഴിച്ച് ബാക്കിയെല്ലാം ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻസ് പ്രൊവൈഡായി വരുന്നതാണെന്നും അവർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കാം പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ്. ഈച്ച് ക്വസ്റ്റ്യനും എന്തുണ്ട്, റോങ് ആൻസർ ആകുമ്പോൾ 1/4 പെനാൽറ്റി ഉണ്ട്. അത് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. സൂക്ഷിച്ചും കണ്ടും വേണം എന്ത് ചെയ്യാൻ, ആൻസേഴ്സ് കൊടുക്കാൻ. ആൻഡ് അതിനുശേഷം പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഒരു, അപ്പം നമ്മുടെ ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണുള്ളത്. അത് നിങ്ങളുടെ കറക്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതനുസരിച്ചൊക്കെ നിങ്ങൾ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വിളിക്കാം. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു പ്രൊസീജിയർ, കംപ്ലീറ്റ് എക്സാം പ്രൊസീജിയർ കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. സോ മെഡിക്കൽ ടെസ്റ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാമിന്. ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ നോട്ടിഫിക്കേഷൻ, മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാരണം നോട്ടിഫിക്കേഷൻ ആ ഒരു ഏരിയ മാത്രം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് അവർ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏജ് റിലാക്സേഷൻ നോക്കാം. ഏജ് റിലാക്സേഷൻ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും, അതർ ബാക്ക്വേർഡ് നോൺ ക്രീമി ലെയറിന് 3 വർഷവും, പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസിന് 10 വർഷവും, എക്സ് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സിനൊക്കെ 5 വർഷവും, പേഴ്സൺ അഫക്റ്റഡ് ബൈ 1984 റയറ്റ്സിന് 5 വർഷവുമായിട്ട് ഏജ് റിലാക്സേഷനും അവർ കൊടുത്തിട്ടുണ്ട്. ദെൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. മാർച്ച് 8 മുതൽ മാർച്ച് 19 വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ട രീതി, ആ കറക്റ്റ് രീതി, ഈവൻ നിങ്ങൾ സിഗ്നേച്ചർ കൊടുക്കേണ്ടതും തമ്പ് ഇംപ്രഷൻ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് എന്തൊക്കെയാണോ ഈ ആപ്ലിക്കേഷനിൽ വേണ്ടത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആ ഒരു ഏരിയ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. ദെൻ ഓൺലൈൻ പേയ്മെൻറ്റ് ഫീസിലേക്ക് വരുമ്പോൾ 250 ഫോർ SC/ST PWD കാൻഡിഡേറ്റ്, ഓൺലി ഇൻറ്റിമേഷൻ ചാർജ് മാത്രമേ ഉള്ളൂ. 250 രൂപയാണ് SC/ST PWBD കാൻഡിഡേറ്റ്സിന്, 1050 രൂപയാണ് ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും. സോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 1050 രൂപയാണ് പരീക്ഷയെങ്കിലും 55ഓളം വേക്കൻസി നമുക്ക് കൊച്ചിയിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെ 55ഓളം വേക്കൻസി ഉണ്ട്. അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള 1100 വേക്കൻസി ഉള്ള ഒരു എക്സാമിനേഷനാണ്. ഉറപ്പായിട്ടും അപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൻഡ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. ആസ് സൂൺ ആസ് പോസിബിൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ബാച്ച് എല്ലാം പർച്ചേസ് ചെയ്ത് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക, എക്സാം എഴുതുക, ക്രാക്ക് ചെയ്യുക. 2026 തന്നെ ഒരു ബാങ്ക് ജോലി സ്വന്തമാക്കുക. അപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷനുമായി കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.